ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2021 പുറത്തിറങ്ങിയ ശ്യാം സിംഗ് റോയ് എന്ന ഒരു തെലുങ്ക് മൂവിയാണ്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ നമ്മളുടെ ഹീറോയെ കാണിക്കുന്നു. അവനൊരു ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് കുറെ കാലമായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കഥയൊക്കെ പ്രൊഡ്യൂസർക്ക് ഇഷ്ടമായെങ്കിലും അതിനു മുന്നേ ഒരു ഷോർട്ട് ഫിലിം എടുത്ത് കാണിക്കാൻ പ്രൊഡ്യൂസർ അവന്റെ അടുത്ത് പറഞ്ഞു. സോ ആ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി പറ്റിയ ഒരു ഹീറോയിനെ ഇവൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓഡിഷന് വേണ്ടിയിട്ട് ഒരുപാട് പെണ്ണുങ്ങൾ വരുന്നുണ്ട്, അവര് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ആരെയും നമ്മളുടെ ഹീറോയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ അവന്റെ അടുത്ത് നിനക്കിനി ഇപ്പൊ ഏത് തരത്തിലുള്ള പെണ്ണിനെയാണ് ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ക്യാരക്ടറെ സംബന്ധിച്ച് അഭിനയിക്കുകയല്ല വേണ്ടത്, ആ ക്യാരക്ടറായി തന്നെ ഇരിക്കുന്ന ഒരാളെയാണ് എനിക്ക് വേണ്ടതെന്ന് ഹീറോ പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു പെണ്ണിനെ എപ്പോഴാണ് കാണുക എന്ന് ചോദിക്കുന്ന സമയത്താണ് ഹീറോ കറക്റ്റ് നമ്മളുടെ ഹീറോയിനെ കാണുന്നത്. അവളുടെ പേര് കീർത്തി എന്നാണ്. അവൾ ഇപ്പോൾ തന്റെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഹീറോ ഒരു ഫോൺ എടുത്തിട്ട് അവളുടെ ഒരു ഫോട്ടോ എടുത്തു വെക്കുന്നു. എന്നിട്ട് ഫ്രണ്ടിന്റെ അടുത്ത് ഇവളെ പോലെയുള്ള ഒരാളെയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഹീറോയിൻ ഇപ്പോൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന സമയത്ത് പോയിട്ട് അവരുടെ അടുത്തൊന്ന് ഇതിനെപ്പറ്റി ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ച് ഹീറോയും ഫ്രണ്ടും കൂടി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഹീറോ ചെന്നിട്ട് ഇങ്ങനെ ഷോർട്ട് ഫിലിമിന്റെ കാര്യവും അതിൽ അഭിനയിക്കണമെന്ന കാര്യവും പറയുന്ന സമയത്ത് അവൾക്ക് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലെന്നാണ് അവൾ പറയുന്നത്. എന്നിട്ടും ഹീറോ ദയവ് ചെയ്ത് നിങ്ങൾ തന്നെ ആ ഒരു റോള് ചെയ്യണം, ഞാൻ ഒരുപാട് ആളുകളെ അന്വേഷിച്ചിരുന്നു പക്ഷെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഒരുപാട് തവണ പറയുന്നുണ്ടെങ്കിലും അവൾ എനിക്ക് വേറെ പണിയുണ്ടെന്നൊക്കെ പറഞ്ഞ് അവളുടെ വണ്ടിയും എടുത്തിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ഹീറോ വണ്ടിയും എടുത്തിട്ട് നേരെ അവളെ ഫോളോ ചെയ്ത് അവളുടെ വീട്ടിലോട്ട് വരുന്നു. ഹീറോ അങ്ങനെ അവളെ ഫോളോ ചെയ്ത് അവളുടെ വീട്ടിലോട്ട് വന്ന സമയത്ത് അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അവള് ഹീറോയുടെ അടുത്ത് വന്ന് ചൂടാവുകയാണ്. ആ സമയത്ത് കറക്റ്റ് അവളുടെ അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് ഹീറോയുടെ അടുത്ത് എന്താണ് കാര്യമെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഹീറോ കാര്യം പറയുന്ന സമയത്ത് അവളുടെ അച്ഛന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. കാരണം അച്ഛന് കുറച്ച് സിനിമയൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. ഹീറോ എന്നിട്ട് അവളുടെ അടുത്ത് വീണ്ടും അഭിനയിക്കാൻ പറ്റുമോ പറ്റില്ലയോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവള് പറ്റില്ലെന്ന് തന്നെ പറയുന്നു. അപ്പോഴാണ് ഹീറോ അവന്റെ ഫോണിൽ അവള് സിഗരറ്റ് വലിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് അവളെ കാണിക്കുന്നത്. അത് കാണിച്ചിട്ട് ഞാനിത് അച്ഛന്റെ അടുത്ത് കാണിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അവള് നീ എന്നെ ഇത് കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള പരിപാടിയാണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഹീറോ പറയുന്നു ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തതൊന്നും അല്ല, എന്റെ ഗതികേടാണ് മാഡം, അതുകൊണ്ട് മാഡം ദയവ് ചെയ്തിട്ട് എന്റെ ഈ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കണം. ഈ ഒരു ഷോർട്ട് ഫിലിം എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ എനിക്ക് തീർച്ചയായിട്ടും ഡയറക്ടർ ആവാനുള്ള ചാൻസ് കിട്ടും, അതുകൊണ്ട് ദയവ് ചെയ്ത് സമ്മതിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അവളുടെ അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് അവളോട് അഭിനയിക്കാനൊക്കെ പറയുന്നു. അപ്പോൾ അവള് പറയുന്നു ഞാൻ ആകെ 2 ആഴ്ച ഇവിടെ ഉണ്ടാവുള്ളൂ, ആ 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പോകും, അതിനു മുന്നേ ഷൂട്ടും കാര്യങ്ങളൊക്കെ തീർക്കണമെന്ന് പറയുമ്പോൾ ഹീറോയും ഓക്കെ പറയുന്നു. അങ്ങനെ ഇപ്പോൾ അതിനുശേഷം ഇവര് ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഹീറോയിനും നല്ല രീതിയിൽ അഭിനയിക്കുന്നു. ഒരു ഷോട്ട് അഭിനയിക്കാൻ വേണ്ടി ഹീറോയിന് ഡ്രസ്സ് കൊടുത്തിട്ട് ആ കാറിനുള്ളിൽ പോയിട്ട് ഡ്രസ്സ് മാറ്റിക്കോളാൻ പറയുന്ന സമയത്ത് ഹീറോയിന് അതൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നു. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഒരു ബ്ലാക്ക് കവറിങ് വെച്ചിട്ട് കാർ മുഴുവൻ കവർ ചെയ്തിട്ട് അവൾ ആ കാറിനകത്ത് കയറി ഡ്രസ്സ് മാറുകയാണ്. അങ്ങനെ ഹീറോയിൻ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി വരുന്നു. അവൾ ഇപ്പോൾ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സീനാണ് ഷൂട്ട് ചെയ്യാനുള്ളത്. ആ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് മഴ പെയ്യുന്നു. ആ മഴ പെയ്യുമ്പോൾ അവൾ പെട്ടെന്ന് മഴയത്ത് നിന്ന് കയറാൻ നോക്കുന്ന സമയത്ത് ഹീറോ പറയുന്നു മഴയത്ത് നിന്ന് കരഞ്ഞാൽ മതി, അതാകുമ്പോൾ കുറച്ചും കൂടി രസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങനെ മഴയത്ത് നിന്നിട്ട് കരയുന്ന രീതിയിൽ അഭിനയിക്കുന്നു. അടുത്ത ദിവസം ഷൂട്ടിംഗ് നടക്കുന്നത് ഒരു വലിയ വീടിന്റെ മുന്നിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇവര് ഡ്രോണൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടിട്ട് ആ വീട്ടുകാര് പോലീസിനെ ഇൻഫോം ചെയ്യുന്നു. പോലീസ് വന്നിട്ട് ഹീറോയുടെ അടുത്തൊക്കെ ദേഷ്യപ്പെട്ടിട്ട് ഹീറോയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ നേരത്ത് നമ്മളുടെ ഹീറോയിൻ അവിടെ നിന്ന് ഇവനെ നോക്കി ചിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ ഹീറോ എന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോ പോലീസിന്റെ അടുത്ത് പറയും ഞങ്ങളെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിക്കോ, പക്ഷെ ഞങ്ങളുടെ മാഡത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന്. അപ്പോൾ പോലീസ് ഇവള് നിങ്ങളുടെ കൂട്ടത്തിലുള്ളതാണോ എന്ന് ചോദിച്ചിട്ട് നമ്മളുടെ ഹീറോയിനെയും അറസ്റ്റ് ചെയ്തിട്ട് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഹീറോയിൻ നമ്മളുടെ ഹീറോയെ നോക്കി വളരെ ദേഷ്യത്തോടു കൂടി അവിടെ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് അവളുടെ അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് ഇവരെ ജാമ്യത്തിൽ ഇറക്കുന്നത്. അപ്പോൾ ഹീറോയിൻ നേരെ നമ്മളുടെ ഹീറോയുടെ അടുത്ത് വന്നിട്ട് അവന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. നിന്റെ ഷോർട്ട് ഫിലിമിന് വേണ്ടി ഞാൻ എന്തിനാണ് അറസ്റ്റിലാവുന്നത്, നീ പോയി ജയിലിൽ കടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ചൂടാവുന്നു. എന്നാൽ ഹീറോ ആണെങ്കിൽ എന്റെ ഫ്യൂച്ചർ തന്നെ മാഡത്തിന്റെ കയ്യിലാണുള്ളത്, അതുകൊണ്ട് ദയവ് ചെയ്ത് സഹകരിക്കൂ എന്നൊക്കെ പറയുന്നു. അങ്ങനെ പിന്നീട് പതിയെ പതിയെ അവൾക്ക് നമ്മുടെ ഹീറോയോട് ഒരു ഇഷ്ടം തോന്നുകയാണ്. അങ്ങനെ ഇപ്പോൾ വന്ന് ഷൂട്ടിംഗ് ഒക്കെ കഴിയാനായി. അപ്പോൾ നാളെയാണ് ഷൂട്ടിങ്ങിന്റെ അവസാന ദിവസം എന്ന് ഹീറോ അവളുടെ അടുത്ത് പറയുന്നു. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി അവളെ വീട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അവൾക്ക് വീട്ടിലോട്ട് പോകാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം നാളെ ഒരു ദിവസം കൂടി അല്ലേ ഷൂട്ടുള്ളൂ. അപ്പോൾ ഇവൾക്ക് ഹീറോയെ ഇഷ്ടമായതുകൊണ്ട് അവന്റെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോകാൻ അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അടുത്ത ദിവസം ഷൂട്ടിന് വേണ്ടിയിട്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് കുറച്ച് പേര് വന്നിട്ട് ഹീറോയിന്റെ അടുത്ത് സെൽഫി എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നത്. എന്നിട്ട് സെൽഫി എടുക്കുന്നവര് ഹീറോയിന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറുകയും മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ഹീറോ വന്നിട്ട് അവരെയൊക്കെ പിടിച്ച് ഭയങ്കരമായിട്ട് അടിക്കുകയാണ്. അങ്ങനെ അടിക്കുന്ന സമയത്ത് ഹീറോയുടെ ചെവിയിൽ നിന്നും രക്തമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ രക്തം വന്ന സമയത്ത് ഹീറോ കുറച്ചു നേരത്തേക്ക് ഇങ്ങനെയൊന്ന് നിൽക്കുമ്പോൾ ആ സമയത്ത് ഹീറോയെ അടിച്ചു വീഴ്ത്താമെന്ന് വിചാരിച്ച് അവന്മാര് വന്നിട്ട് അടിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഹീറോ പെട്ടെന്ന് തന്നെ നോർമലായിട്ട് മാറി അവരെ എല്ലാവരെയും അടിച്ചു വീഴ്ത്തുകയാണ്. അങ്ങനെ എല്ലാവരെയും അടിച്ചോടിച്ചതിന് ശേഷം വീണ്ടും ഷൂട്ടിംഗ് ആരംഭിക്കുന്നു. അങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി. പിന്നീട് ആ ഷോർട്ട് ഫിലിം ഒക്കെ റെഡിയാക്കിയിട്ട് പ്രൊഡ്യൂസറെ കൊണ്ടുപോയി കാണിക്കുന്ന സമയത്ത് പ്രൊഡ്യൂസർക്കും ആ ഷോർട്ട് ഫിലിം നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് നമുക്ക് തീർച്ചയായിട്ടും സിനിമ ചെയ്യാം, ഇതാ അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയ്ക്ക് അഡ്വാൻസ് ഒക്കെ കൊടുക്കുന്നു.
കൊടുക്കുന്നു. ഹീറോ ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ 1 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ സ്ക്രിപ്റ്റ് റെഡിയാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം പിന്നീട് ഹീറോ ഈ കഥ എഴുതുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പെട്ടെന്ന് എഴുതി തീർക്കാവോ അത്രയും പെട്ടെന്ന് തന്നെ ഹീറോ ആ കഥ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. അങ്ങനെ ഇപ്പോൾ ക്ലൈമാക്സ് എന്താക്കുമെന്ന് വിചാരിച്ച് ഹീറോ ഒരുപാട് ചിന്തിക്കുമ്പോൾ ആ ഒരു സമയത്തും അവന്റെ ചെവിയിൽ നിന്ന് രക്തം വരികയാണ്. അപ്പോൾ ഹീറോയുടെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വെച്ച് ഹീറോ ആ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കുകയാണ്. എന്നിട്ട് ആ സ്ക്രിപ്റ്റ് കൊണ്ടുപോയി പ്രൊഡ്യൂസർ വായിച്ച് കേൾപ്പിക്കുന്ന സമയത്ത് പ്രൊഡ്യൂസർക്കും കഥ നന്നായി ഇഷ്ടമായി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഷൂട്ടിംഗ് തുടങ്ങാമെന്ന് പ്രൊഡ്യൂസർ പറയുന്നു. അപ്പോൾ ഈ സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ഫ്രണ്ട്സിനൊക്കെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഹീറോയിൻ വരുന്നത്. അപ്പോൾ ഹീറോയിൻ വന്നപ്പോൾ പിന്നെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ നിന്ന് പോവുകയാണ്. അവൾ എന്നിട്ട് ഹീറോയുടെ അടുത്ത് ഞാൻ നാളെ പോവുകയാണ്, നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുമെന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഹീറോയിൻ പെട്ടെന്ന് നമ്മളുടെ ഹീറോയെ കയറി കിസ് ചെയ്യുന്നു. ഹീറോ പെട്ടെന്ന് അവളെ കൊണ്ട് അപ്പൊ തന്നെ റൂമിനകത്തോട്ട് കയറിയിട്ട് അവളെ തിരിച്ചും കിസ് ചെയ്യുന്നു. അതിനുശേഷം റൂമിനുള്ളിൽ വെച്ചിട്ട് അവർ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിലോട്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് ഹീറോയുടെ മൈൻഡിലോട്ട് പെട്ടെന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഓർമ്മ വന്നിട്ട് ഹീറോ പെട്ടെന്ന് റോസി എന്ന് പറയുന്നു. അത് കേട്ടിട്ട് അവള് ആരാണ് ഈ റോസി എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നു എനിക്കറിയില്ല, ഞാൻ എന്തിനാണ് ഇപ്പോൾ ആ പേര് പറഞ്ഞതെന്ന് പോലും എനിക്ക് അറിയില്ലെന്ന് പറയുന്നു. അവൾ അപ്പോഴേക്കും നിന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, നീ ഞാൻ വിചാരിച്ച പോലത്തെ ആളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവള് പെട്ടെന്ന് ഡ്രസ്സും ഇട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു. താൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ റോസി എന്ന് പറഞ്ഞതെന്ന് ഹീറോയ്ക്ക് പോലും അറിയില്ല. അങ്ങനെ അവൻ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് പിറ്റേ ദിവസം ചെന്ന് ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്ന സമയത്ത് ഫ്രണ്ട് ചോദിക്കുന്നു നീ എന്തിനാണ് ആ സമയത്ത് റോസി എന്ന് പറഞ്ഞതെന്ന്. അപ്പോൾ ഹീറോ അതെങ്ങനെയാണ് ഞാൻ ആ പേര് പറഞ്ഞതെന്ന് എനിക്കും അറിയില്ലടാ എന്ന് ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്നു. അപ്പോൾ ഫ്രണ്ട് പറയുന്നു നീ എന്തായാലും ആ കാര്യങ്ങളൊക്കെ വിട്, നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ ഈ ഒരു സിനിമ, സോ ആ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഇപ്പോൾ മാക്സിമം വേഗത്തിൽ തന്നെ സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ റിലീസ് ആയതിനു ശേഷം നോക്കുമ്പോൾ ആളുകളെല്ലാം സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ്. പ്രൊഡ്യൂസറൊക്കെ വന്നിട്ട് നമ്മളുടെ ഹീറോയുടെ അടുത്ത് സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് ആണ്, റെക്കോർഡ് കളക്ഷൻ ആണ്, അതുകൊണ്ട് അടുത്ത സിനിമ നമുക്ക് ഇതിനേക്കാൾ ഉഗ്രമായിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഹീറോയെ ഭയങ്കരമായിട്ട് പ്രശംസിക്കുന്നു. അടുത്ത ദിവസം പ്രസ് മീറ്റിലെ പുതിയ സിനിമയെ പറ്റി അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. സോ ഹീറോ അതിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ വേറൊരു വ്യക്തിയെ കാണിക്കുന്നു. അയാൾ ഒരു സ്ക്രിപ്റ്റ് ബുക്ക് എടുത്തിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളുടെ കഥയാണ് അവർ അതേപോലെ തന്നെ സിനിമയാക്കിയിരിക്കുന്നത്, നമുക്ക് ഇതിനെതിരെ കേസ് കൊടുക്കാമെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഈ പ്രസ് മീറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് പോലീസ് വന്നിട്ട് ഹീറോ ഈ കഥ കോപ്പി ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അവിടെ പ്രൊഡ്യൂസറുടെ അടുത്തടക്കം പോലീസ് ഈ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഹീറോയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് പ്രൊഡ്യൂസർ പുതിയ സിനിമയുടെ അനൗൺസ്മെന്റ് അവിടെ വെച്ച് ക്യാൻസൽ ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു വാർത്ത പെട്ടെന്ന് തന്നെ ആളുകളിലോട്ട് സ്പ്രെഡ് ആവുകയാണ്. അപ്പോൾ ഹീറോയിനെ അവളുടെ അച്ഛൻ വിളിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് അവളും വാർത്തയൊക്കെ നോക്കിയിട്ട് നമ്മളുടെ ഹീറോയെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ച് അവനുള്ള സ്ഥലത്തേക്ക് വരുന്നു. എന്നിട്ട് നമ്മളുടെ ഹീറോയുടെ ഫ്രണ്ടിനെ ചെന്ന് കണ്ടിട്ട് ഇവളുടെ കസിൻ ഒരു ലോയർ ഉണ്ട്, അവളുടെ അടുത്ത് ഈ കേസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഈ വക്കീലിന്റെ പേര് പത്മാവതി എന്നാണ്. അവള് പറയുന്നു നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഫീസ് മാത്രം കറക്റ്റ് ആയിട്ട് തന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഇപ്പോൾ പത്മ വന്നിട്ട് കസ്റ്റഡിയിലുള്ള നമ്മളുടെ ഹീറോയെ കണ്ട് സംസാരിച്ചിട്ട് ഹീറോയുടെ അടുത്ത് നീ ആ കഥ കോപ്പി ചെയ്തതാണെന്ന് തന്നെ പറഞ്ഞോളൂ, അങ്ങനെയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ നിനക്ക് ജാമ്യം ലഭിക്കും. എന്നാൽ ഹീറോ അപ്പോൾ ആ കഥ ഞാൻ കോപ്പി ചെയ്തതല്ല എന്ന് പറയുന്നു. അപ്പോൾ അവള് പറയുന്നു അങ്ങനെ വരാൻ വഴിയില്ല, ആ ബുക്കിലുള്ള ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നിന്റെ സിനിമയിലുമുണ്ട്. എന്നാൽ ഹീറോ ആണെങ്കിൽ ആ ബുക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല, ഞാൻ ആ കഥ കോപ്പി ചെയ്തതല്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയുകയാണ്. അപ്പോൾ പത്മയാണെങ്കിൽ നീ സത്യം പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നു. അപ്പോൾ ഹീറോ പറയുന്നത് ഞാൻ ഇത്രയും നേരം സത്യം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. പത്മ അതിനുശേഷം അവിടെ നിന്ന് പോയിട്ട് നമ്മളുടെ ഹീറോയിനെയും ഫ്രണ്ടിനെയും കണ്ടിട്ട് പറയുന്നു നമുക്കെതിരെ വാദിക്കാൻ പോകുന്നത് കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ വ്യക്തിയാണ്, അയാൾ ഒരു സാധാരണ വ്യക്തിയല്ല, അയാൾ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ഗുരുവിനെ പോലെയാണ്, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തായാലും ഞാൻ നിങ്ങളെ സഹായിക്കാം. അവിടെ വെച്ച് കട്ടായി അടുത്ത സീനിൽ കോടതിയിൽ വെച്ച് ഈ കേസിന്റെ വാദം നടക്കുമ്പോൾ എതിർഭാഗം വക്കീല് പറയുന്നു ഈ 2 കഥയും തമ്മിൽ 95% മാച്ച് ഉണ്ട്, അതിലുള്ള പല കാര്യങ്ങളിലും അണ്ടർലൈൻ ഇട്ടിരിക്കുന്നത് വരെ 2 കഥയിലും സെയിം ആയിട്ടാണ്. അപ്പോൾ ഹീറോ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു ഞാൻ ആ കഥ കോപ്പി ചെയ്തിട്ടുള്ളതല്ല, ഞാൻ ആ ബുക്ക് ഇതിനു മുമ്പ് വായിച്ചിട്ട് പോലുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈ ഡിറ്റക്ടർ വെച്ചിട്ട് എന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഇപ്പോൾ ലൈ ഡിറ്റക്ടർ വെച്ചിട്ട് ഹീറോയെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ടില് ഹീറോ പറഞ്ഞത് കള്ളമല്ല എന്നുള്ള കാര്യം കോടതിക്ക് മനസ്സിലാവുന്നു. എന്നാൽ എതിർഭാഗം വക്കീല് ഇത്തരത്തിലുള്ള നുണപരിശോധനയൊന്നും എല്ലാ തവണയും കൃത്യമായിട്ടുള്ള റിസൾട്ട് അല്ല കാണിക്കുക, അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ലെന്നൊക്കെ പറയുന്നു. എന്നാൽ പത്മ അപ്പോൾ എന്റെ കക്ഷിക്ക് ജാമ്യം കിട്ടണം, ജാമ്യം കിട്ടി പുറത്തിറങ്ങിയെങ്കിൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കൂ എന്നൊക്കെ പറയുന്ന സമയത്ത് കോടതി നമ്മളുടെ ഹീറോയ്ക്ക് ജാമ്യം കൊടുക്കുന്നു. അതിനുശേഷം ഹീറോയുടെ വീട്ടിൽ വെച്ചിട്ട് ഹീറോയും ഫ്രണ്ട്സ് എല്ലാവരോടും മീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടേക്ക് പത്മയും വന്നിട്ട് ഈ ഒരു കേസിനെ പറ്റിയൊക്കെ പറയുകയാണ്. എന്നിട്ട് നീ ഇപ്പോൾ കോപ്പി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് 40 വർഷം മുന്നേ പബ്ലിഷ് ആയിട്ടുള്ള ഒരു ബുക്കാണ്, അതിന്റെ ഓതർ ആണെങ്കിൽ മരിച്ചും പോയി, എന്നിട്ട് ഈ ഒരു ബുക്ക് നീ ഒന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ അടുത്ത് കൊടുക്കുമ്പോൾ അവൻ ആ ബുക്ക് വായിച്ചു നോക്കുകയാണ്. ബുക്കിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് കാര്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഹീറോയുടെ ചെവിയിൽ നിന്നും രക്തം വരികയാണ്. അത് കണ്ടിട്ട് ഹീറോയിൻ അന്നും ഇതേപോലെ തന്നെയല്ലേ രക്തം വന്നതെന്നൊക്കെ അവന്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ ഹീറോ പറയുന്നു ചെവിയിലൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോര വരാറുണ്ട്, പക്ഷേ അത് എന്താണ് കാര്യമെന്ന് അറിയാൻ വേണ്ടി ഡോക്ടറെ
എടുത്ത് കാണിച്ചപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അവിടെ വെച്ച് കട്ടായി ഇപ്പോൾ ഹീറോയിൻ ഒരു സൈക്കോളജി സ്റ്റുഡന്റ് ആയതുകൊണ്ട് നേരെ ഒരു പ്രൊഫസറെ കാണാൻ വേണ്ടി വരുന്നു. എന്നിട്ട് പ്രൊഫസറെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പ്രൊഫസറും ഓക്കെ അതിന് കുഴപ്പമൊന്നുമില്ല, ഹിപ്നോട്ടൈസ് ചെയ്യാമെന്നൊക്കെ പറയുന്നു. ഇതേ സമയത്ത് ഹീറോ എങ്ങനെയാണ് ഈ നുണപരിശോധനയിൽ വിജയിച്ചതെന്ന് ആ കേസ് കൊടുത്ത വ്യക്തികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു കുടുംബത്തിലെ മുതിർന്ന ഒരു വ്യക്തി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അയാളുടെ അടുത്തും ഇവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇപ്പോൾ ആ പ്രൊഫസറായിട്ടുള്ള ലേഡി നമ്മളുടെ ഹീറോയ്ക്ക് കുറെ മരുന്നുകളൊക്കെ കൊടുത്തിട്ട് അവനെ ഹിപ്നോട്ടൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഹീറോ തന്റെ കഥകളൊക്കെ പറയാൻ തുടങ്ങുന്നു. അവിടെ വെച്ച് കട്ടായി നമുക്ക് ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. വെസ്റ്റ് ബംഗാളില് 1969 നമുക്ക് കാണിക്കുന്നത്. ഇയാളുടെ പേരാണ് ശ്യാം സിംഗ് റോയ്. നാട്ടിൽ എവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇയാൾ ഇടപെട്ട് സോൾവ് ചെയ്യാറുണ്ട്. അങ്ങനെ ശ്യാം സിംഗ് റോയ് ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് വെള്ളം എടുക്കാൻ മുതിർന്ന ജാതിയിലുള്ള ആളുകൾ സമ്മതിക്കുന്നില്ല. അത് കണ്ടിട്ട് ഇദ്ദേഹം എല്ലാ ജാതിയും ഒന്നാണ്, എല്ലാവരും മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് അവരെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ഈ കിണറ്റിൽ നിന്നും വെള്ളം എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. ഇനിയിപ്പോ നീയായിട്ട് ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കാനാണ് പ്ലാനെങ്കിൽ നിന്റെ വീടടക്കം ഞങ്ങൾ കത്തിക്കുമെന്നൊക്കെ കുറെ പേര് പറയുന്നു. അപ്പോഴേക്കും ഇദ്ദേഹം ആ വെള്ളം പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വ്യക്തിയെ നേരെ എടുത്തിട്ട് ആ കിണറ്റിനുള്ളിലേക്ക് ഇടുകയാണ്. അതിനുശേഷം അയാൾക്ക് പിടിച്ചു കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു കയറെടുത്ത് കിണറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അവിടെയുള്ള ആളുകളുടെ അടുത്ത് പറയുന്നു, ഈ കിണർ എല്ലാവർക്കും പൊതുവായിട്ടുള്ളതാണ്, ഇനിയിപ്പോൾ വിവേചനമുള്ള വ്യക്തികൾ ഈ കിണറ്റിന്റെ അടുത്തേക്ക് വരേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വീട് കത്തിക്കുന്നൊക്കെ പറഞ്ഞ അയാളുടെ അടുത്ത് ചെന്നിട്ട് ഹീറോ പറയുന്നു, നിങ്ങൾ വീട് കത്തിക്കുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, നിങ്ങളുടെ വീട് എവിടെയാണെന്ന് എനിക്കും അറിയാം, ഞാനും കത്തിക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നു. ഹീറോയെ സംബന്ധിച്ച് ഹീറോയ്ക്ക് 2 ചേട്ടന്മാരും ഒരു അനിയനുമാണ് ഉള്ളത്. അപ്പോൾ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് വീട്ടിലുള്ളവരെ എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ ഹീറോയെ അഡ്വൈസ് ചെയ്യുന്നു. ഇപ്പോൾ കറക്റ്റ് അവിടേക്ക് ചേട്ടന്മാർ വന്നിട്ട് ഇവന്റെ അടുത്ത് ഭയങ്കര ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നു. അതിനുശേഷം നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്ന സമയത്ത് അവനും പോകാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നു. അതിനുശേഷം അന്നത്തെ ദിവസം അമ്പലത്തിൽ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവിടെ നൃത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ കാണാമെന്ന് വിചാരിച്ച് ഹീറോ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഒരുപാട് ലേഡീസ് അവിടെ ഇങ്ങനെ നൃത്തം വെക്കുന്ന സമയത്ത് അതിലൊരു പെണ്ണിനെ മാത്രം ഹീറോയ്ക്ക് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ശംഖ് ഊതുമ്പോഴേക്കും പെട്ടെന്ന് ആ ലേഡീസ് എല്ലാം കൂടി അമ്പലത്തിനകത്തോട്ട് കയറുന്നു. ഹീറോ അപ്പോൾ തൊട്ടടുത്ത് നിന്ന ഒരാളുടെ അടുത്ത് എന്തിനാണ് ശംഖ് ഊതിയപ്പോഴേക്കും അവരെല്ലാം അമ്പലത്തിനുള്ളിലോട്ട് കയറിയതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നു, അവരെല്ലാം ദേവദാസികളാണ്, അവര് അമ്പലത്തിനുള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്, ഇടയ്ക്ക് ഇങ്ങനെ നൃത്തവും കാര്യങ്ങളും ഉള്ള സമയത്ത് മാത്രമാണ് അവരിങ്ങനെ പുറത്തേക്ക് വരുന്നത്. ഈ ദേവദാസികൾ എന്ന് പറയുന്ന സ്ത്രീകൾക്ക് കല്യാണമൊന്നും കഴിക്കാൻ പറ്റില്ല, അവര് അമ്പലത്തിനുള്ളിൽ നിന്നിട്ട് ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ സ്ത്രീകളൊക്കെ അമ്പലത്തിനുള്ളിൽ ഓരോ പണിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് മഹാദേവ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി വരുന്നു. ഈ അമ്പലത്തിന്റെ ഒരു ഹെഡിനെ പോലെയുള്ള ഒരു വ്യക്തിയാണ് ഈ മഹാദേവ്. ഇയാളാണെങ്കിൽ അവിടെയുള്ള ലേഡീസിനെയൊക്കെ മോശമായ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പെണ്ണുങ്ങൾ ഗർഭിണിയായി കഴിഞ്ഞാൽ അത് പുറത്തറിയാതിരിക്കാൻ വേണ്ടി അവരെ അമ്പലത്തിനുള്ളിൽ തന്നെ വെക്കും. അങ്ങനെ ഇരിക്കെ നവരാത്രി ദിവസം വരുമ്പോൾ വീണ്ടും ഇവരുടെ ഈ നൃത്തം നടക്കുകയാണ്. ആ സമയത്ത് ഹീറോ അങ്ങോട്ട് ചെന്നിട്ട് ആ ഡാൻസ് ഒക്കെ കാണുന്നു. അങ്ങനെ നൃത്തം കഴിഞ്ഞ് പോകാൻ നേരത്ത് ഹീറോയിന്റെ കാലിലെ ചിലങ്ക അവിടെ അഴിഞ്ഞു വീഴും. അതെടുക്കാൻ വേണ്ടി അവൾ അങ്ങോട്ട് വരുന്ന സമയത്ത് കറക്റ്റ് ഹീറോ അങ്ങോട്ട് ചെന്നിട്ട് നമുക്ക് പുറത്തു വെച്ച് സംസാരിച്ചാലോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവൾക്ക് അധികം സംസാരിക്കാൻ സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ റൂമിലോട്ട് ചെല്ലുന്നു. അവിടെ ദേവദാസികളായിട്ടുള്ള ഒരുപാട് പേര് അവരുടെ ഇഷ്ടത്തിന് ദേവദാസികളായിട്ടുള്ളതല്ല, അവരെ ഒരുപാട് നിർബന്ധിച്ച് അങ്ങനെ ദേവദാസിയായിട്ടുള്ളവരാണ്. ഹീറോയിൻ അങ്ങനെ റൂമിൽ ചെന്നിട്ട് തന്റെ കൂടെയുള്ള ഒരുത്തിന്റെ അടുത്ത് ഈ കാര്യം പറയുമ്പോൾ അവള് പറയുന്നു, എന്റെ അടുത്ത് അങ്ങനെയാണ് ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവനെ കാണാൻ പോയേനെ. ഹീറോ ആണെങ്കിൽ ഇപ്പോൾ അവളെ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് അടുത്ത നവരാത്രി ദിവസവും അങ്ങോട്ട് ചെല്ലുന്നു. അതുപോലെ തന്നെ ഹീറോ തന്റെ അനിയന്റെ അടുത്ത് ഇവളെ ഇഷ്ടപ്പെട്ട കാര്യമൊക്കെ പറയുന്നു. അങ്ങനെ ഇപ്പോൾ നൃത്തമൊക്കെ കഴിഞ്ഞിട്ട് ഹീറോയിന് എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്ന സമയത്ത് ഹീറോയ്ക്കും പ്രസാദം കൊടുക്കുന്നു. ആ സമയത്ത് ഹീറോ പുറത്ത് ഞാൻ ഇന്ന സ്ഥലത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, നീ അങ്ങോട്ട് വരണമെന്ന് പറയുന്നു. അവളപ്പോൾ ഒന്നും മിണ്ടാതെ അകത്തോട്ട് പോയിട്ട് കുറച്ചു നേരത്തിന് ശേഷം നല്ലപോലെ ഒരുങ്ങിയിട്ട് നമ്മളുടെ ഹീറോയുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് കുറെ സംസാരിച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവളുടെ പേര് ശരിക്കും റോസി എന്നുള്ളതല്ല, ഹീറോ ആണ് ഇവൾക്ക് റോസി എന്ന് പേരിടുന്നത്. അങ്ങനെ ഇപ്പോൾ അതിനുശേഷം തുടർച്ചയായിട്ട് ഇവര് മീറ്റ് ചെയ്യുകയും ഹീറോയിൻ ഇവന് വേണ്ടി മാത്രമായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ഹീറോ അവളുടെ അടുത്ത് നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാം, എന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ അവൾ അതൊന്നും പറ്റില്ല, ഞാനൊരു ദേവദാസിയാണെന്ന് പറയുമ്പോൾ അവൻ പറയുന്നു, ഒരു ദൈവവും നമ്മളുടെ സന്തോഷം കെടുത്തിയിട്ട് ദൈവത്തിന് സേവ ചെയ്യാൻ പറയില്ല, അതൊക്കെ ദൈവത്തിന്റെ പേരിൽ കളിക്കുന്ന കുറച്ച് ആളുകളുണ്ട്, അവരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവൾ ഇപ്പോൾ പോയി വരാമെന്ന് പറഞ്ഞിട്ട് അവൾ പോവുകയാണ്. അങ്ങനെ അവൾ പോയി കുറച്ച് സമയത്തിന് ശേഷം ഹീറോ അവളെയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നു. കുറെ സമയം
കഴിഞ്ഞിട്ടും ഇവൾ എന്താണ് വരാത്തതെന്ന് അറിയാൻ വേണ്ടി അവൻ അവളുടെ സ്ഥലത്തോട്ട് ചെന്ന് നോക്കുന്ന സമയത്ത് അവൾ അവിടെ നിലത്ത് വീണ് കിടക്കുന്നതും അവളുടെ ചുറ്റും ഇരുന്നിട്ട് കുറച്ച് ദേവദാസികള് അവളെ ശുശ്രൂഷിക്കുന്നതുമാണ് കാണുന്നത്. അപ്പോൾ എന്താണ് നടന്നതെന്ന് ചോദിക്കുന്ന സമയത്താണ് മനസ്സിലാകുന്നത് ആ മഹാദേവ് എന്ന് പറഞ്ഞ ആള് വന്നിട്ട് ഇത്തവണ അയാൾ അബ്യൂസ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുന്നത് നമ്മളുടെ ഹീറോയിന്റെ തൊട്ടു പുറകിൽ നിന്ന ഒരു ചെറിയൊരു പെൺകുട്ടിയെയാണ്. അപ്പോൾ അതൊരു ചെറിയ പെൺകുട്ടി ആയതുകൊണ്ട് അയാളോട് ഇവളെ ഞാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ഹീറോയിൻ പിടിച്ചു വെക്കുന്നു. ആ സമയത്ത് മഹാദേവിന് ദേഷ്യം വന്നിട്ട് നമ്മളുടെ ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് അവൾക്കിട്ട് ഒറ്റ അടി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് സംഭവിച്ചതെന്ന് ഇവര് പറഞ്ഞു തീർത്തതിന് ശേഷം ഹീറോ അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിടില്ലെന്ന് പറഞ്ഞിട്ട് അയാൾ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തോട്ട് ചെല്ലുന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് അയാളെ എത്ര ക്രൂരമായിട്ട് അടിക്കാൻ പറ്റുമോ അത്രയും ക്രൂരമായ രീതിയിൽ അയാളെ അടിക്കുകയാണ്. ലാസ്റ്റ് ഒരു കത്തി എടുത്തിട്ട് അയാളുടെ പ്രധാനപ്പെട്ട ഒരു പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം അയാളെ നേരെ അവിടെയുള്ള തീ കനലിലോട്ട് ഇടുന്നു. എന്നിട്ട് ഹീറോ അവിടെയുള്ള എല്ലാവരുടെ അടുത്തും നിങ്ങൾ എവിടേക്കെങ്കിലും രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ കൂട്ടി അവൻ നേരെ കൽക്കത്തയിലോട്ട് വരുന്നു. എന്നിട്ട് അവിടെയുള്ള ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ അവർക്കൊരു ജോലി കിട്ടുകയും താമസിക്കാൻ ഒരു സ്ഥലം കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെ ഇവര് കല്യാണമൊക്കെ കഴിച്ച് ഇവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരിക്കലും ഇവര് ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ഇവർക്ക് കുട്ടി ഉണ്ടാകില്ല എന്ന കാര്യം പറയുന്നു. അപ്പോൾ അതോർത്തിട്ട് ഇവര് കുറെ വിഷമിക്കുന്നുണ്ടെങ്കിലും പിന്നെ ഹീറോ പറയുന്നു നിനക്ക് ഞാനും എനിക്ക് നീയും ഉണ്ടല്ലോ അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വീണ്ടും ആ വിഷമമൊക്കെ മറന്ന് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ആ പ്രിന്റ് ചെയ്യുന്ന സ്ഥലത്ത് ഹീറോ പ്രിന്റിംഗിന്റെ ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു ദിവസം ഹീറോ ആ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതുന്നു. ആ എഴുതുന്ന കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുന്ന സമയത്ത് അവിടെയുള്ള പ്രധാനപ്പെട്ട ആള് ഇത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോ എഴുതിയതാണ് പ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് ഹീറോയുടെ എഴുത്ത് കണ്ടിന്യൂസ് ആയിട്ട് പബ്ലിഷ് ആവാൻ തുടങ്ങി. അങ്ങനെ ഹീറോയ്ക്ക് കുറച്ച് പ്രശസ്തിയൊക്കെ ലഭിക്കാൻ തുടങ്ങി. അങ്ങനെ ഹീറോയ്ക്ക് കിട്ടുന്ന പൈസ വെച്ചിട്ട് അവൻ ഒരുപാട് ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവന് നല്ലൊരു എമൗണ്ട് കിട്ടുന്ന സമയത്ത് അവൻ അവളുടെ അടുത്ത് നമുക്ക് വലിയൊരു വീട് വെച്ചാലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നു ഞാൻ നിന്ന സ്ഥലത്ത് തന്നെ 100-ലധികം ദേവദാസികൾ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അതേപോലെ ഇപ്പോൾ എത്രയോ സ്ത്രീകൾ കഷ്ടപ്പെടുന്നുണ്ടാവും. അതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ഹീറോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ട് സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് പോരാട്ടങ്ങൾ നടത്തുന്നു. അതുപോലെ സ്ത്രീകൾക്ക് അവരുടെ ജോലി ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു സ്ഥലവും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹീറോ ചെയ്തു കൊടുക്കുന്നു. ഹീറോ എന്നിട്ട് അവളുടെ അടുത്ത് ഇത്തരത്തിലൊരു ജീവിതം എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലെന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഹീറോ അവളുടെ അടുത്ത് പറയുന്നു എനിക്കിപ്പോൾ ഉള്ള ഒരേ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ മരിക്കുമ്പോൾ നിന്റെ കൈ പിടിച്ച് നിന്റെ മടിയിൽ കിടന്ന് മരിക്കണമെന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഹീറോയെ കാണാൻ വേണ്ടിയിട്ട് അവന്റെ അനിയൻ അങ്ങോട്ട് വരുന്നത്. അനിയൻ വന്നിട്ട് ചേട്ടന്മാര് രണ്ടുപേരും നിങ്ങളെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര ആഗ്രഹമാണ്, അതുകൊണ്ട് കൂട്ടിക്കൊണ്ട് വരാനാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുള്ളത്. അങ്ങനെ ഹീറോ അവളെ വീട്ടിൽ നിർത്തിയിട്ട് ചേട്ടന്മാരെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഹീറോ ഞാൻ പുതുതായിട്ട് ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് അത് അനിയന്റെ അടുത്ത് കൊടുക്കുന്നു. അങ്ങനെ ഹീറോ ഇപ്പോൾ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ചേട്ടന്മാർ അവനെ വിളിച്ചിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ പറയുന്നു. എന്നിട്ട് ഹീറോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഏറ്റവും മൂത്ത ചേട്ടൻ അവന്റെ അടുത്ത് പറയുന്നു നിനക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു പെണ്ണിനെ നോക്കുന്നുണ്ടെന്ന്. എന്നാൽ ഹീറോ അപ്പോൾ ഞാൻ ഓൾറെഡി കല്യാണം കഴിച്ചു, എന്റെ ഭാര്യ റോസിയാണെന്ന് പറയുമ്പോൾ റോസിയെ ഒന്നും ഈ വീട്ടിലോട്ട് കൊണ്ടുവരാൻ കഴിയില്ലെന്ന് ചേട്ടൻ പറയുന്നു. ഹീറോ അപ്പോൾ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അവളാണ് എന്റെ ഭാര്യ, ഞാൻ ഇനിയിപ്പോ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോവാൻ തുടങ്ങുമ്പോഴേക്കും അവന്റെ മൂത്ത ചേട്ടൻ ഒരു കത്തി വെച്ച് അവനെ മുന്നിൽ നിന്ന് കുത്തുകയാണ്. അതേ സമയത്ത് തന്നെ അവന്റെ രണ്ടാമത്തെ ചേട്ടൻ മറ്റൊരു കത്തി വെച്ചിട്ട് അവനെ പുറകിൽ നിന്നും കുത്തുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഹീറോയുടെ അനിയനാണെങ്കിൽ വിഷമത്തോടു കൂടി നിസ്സഹായനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഹീറോ ഇപ്പോൾ അവിടെ മരിച്ചു വീഴുകയാണ്. മരിച്ചു വീഴുന്ന സമയത്തും ഹീറോയിനെ പറ്റിയുള്ള ഓർമ്മകളോട് കൂടിയാണ് അവൻ മരിച്ചു വീഴുന്നത്. അവിടെ വെച്ച് കട്ടായി ഇപ്പോൾ പ്രസന്റില് ഈ കാര്യങ്ങളൊക്കെ ഹീറോയ്ക്ക് മനസ്സിലാകുന്നു. അങ്ങനെ അവൻ അതെല്ലാം ഓർത്തിട്ട് ഭയങ്കര വിഷമത്തോടു കൂടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹീറോ ഇപ്പോൾ റോസിയെ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കൊൽക്കത്തയിലോട്ട് പോകുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഇപ്പോൾ മറ്റൊരു ലേഡിയാണുള്ളത്. അവരുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് റോസി കുറെ നാളുകൾക്ക് മുന്നേ അവിടെ നിന്ന് പോയതിനു ശേഷം പിന്നീട് ഇവിടേക്ക് വന്നിട്ടില്ലെന്ന് പറയുന്നു. ഇപ്പോൾ ഹീറോയുടെ കേസ് വീണ്ടും കോടതിയിൽ വരുന്ന സമയത്ത് ഹീറോ പുനർജന്മം എടുത്ത് വന്നതാണെന്ന് പറയുന്ന സമയത്ത് കോടതി അത് അംഗീകരിക്കുന്നില്ല. ഇതേ സമയത്ത് പത്മ മുൻപ് ഇതേപോലെ പുനർജന്മം എടുത്ത ഒരു കേസ് ഉണ്ടായിരുന്നു, അത് കോടതി അംഗീകരിച്ച കാര്യമൊക്കെ പറഞ്ഞിട്ട് ആ കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കോടതിയിൽ സമർപ്പിക്കുന്നു. ഇപ്പോൾ ജഡ്ജിയെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വീൽ ചെയറിൽ അങ്ങോട്ട് വരുന്നു. വീൽ ചെയറിൽ വന്നിട്ടുള്ള ആ വ്യക്തി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹീറോയുടെ അനിയനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ലേ, അയാളാണ്. അയാൾ വന്നിട്ട് തീർച്ചയായിട്ടും ഇവൻ തന്നെയാണ് ശ്യാം സിംഗ് റോയ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ കേസ് ഞാൻ പിൻവലിക്കുകയാണ്. അങ്ങനെ പറയുന്ന സമയത്ത് അതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്താണ് അയാൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നത്. അതായത് ഇദ്ദേഹത്തിന്റെ ബന്ധത്തിലുള്ള ഒരാളാണ് ഇങ്ങനെ ഈ കഥ കോപ്പി അടിച്ചിട്ട് സിനിമയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ആരാണത് ചെയ്തതെന്നൊക്കെ അന്വേഷിക്കുന്ന സമയത്താണ് ഹീറോ ചെയ്ത ആ ഷോർട്ട് ഫിലിം ഒക്കെ ഇയാൾ കാണുന്നത്. അപ്പോൾ ആ ഷോർട്ട് ഫിലിമിന്റെ സ്റ്റോറി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്യാം സിംഗ് റോയിനെ അനിയൻ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ പുതിയൊരു ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അനിയന്റെ അടുത്ത് ഒരു എഴുത്ത് കൊടുക്കുമായിരുന്നു. അവിടെയുള്ള സെയിം കഥ വെച്ചിട്ടാണ് ഈ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഷോർട്ട് സ്റ്റോറി അറിയാവുന്ന രണ്ട് പേരേ ഉള്ളൂ, ഒന്ന് ശ്യാം സിംഗ് റോയിയും അതുപോലെ ശ്യാം സിംഗ് റോയിന്റെ അനിയനായിട്ടുള്ള ഈ വ്യക്തിയും. അതുകൊണ്ട് തന്നെ ഹീറോ പുനർജന്മം എടുത്ത് വന്നതാണെന്നുള്ള കാര്യം ഇയാൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഷോർട്ട് ഫിലിമിന്റെ കഥയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്തും കോടതിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു. അങ്ങനെ ഹീറോയ്ക്കെതിരെയുള്ള ആ
ആ ഒരു കേസ് പിൻവലിക്കുകയാണ്. എന്നിട്ട് ഹീറോ ഇപ്പോൾ നേരെ അയാളുടെ അടുത്ത് ചെന്ന് സംസാരിക്കുന്ന സമയത്ത് അയാൾ പറയുന്നു, അവര് നിന്നെ കൊല്ലാൻ വേണ്ടിയാണ് വിളിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല, അങ്ങനെയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ഞാൻ വിളിച്ചുകൊണ്ട് വരില്ലായിരുന്നു. അപ്പോൾ ഹീറോ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന സമയത്ത് അയാൾ പറയുന്നു, നീ ആദ്യം പോയിട്ട് റോസിയെ കാണൂ എന്ന്. അപ്പോഴേക്കും ഹീറോ ആകെ ഷോക്കായിട്ട് റോസി ജീവനോട് കൂടി ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇന്ന സ്ഥലത്താണ് റോസി ഉള്ളതെന്ന് അയാൾ പറയുന്നു. അങ്ങനെ ഹീറോ ഇപ്പോൾ ആ സ്ഥലത്തോട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഡാൻസ് ക്ലാസ് നടക്കുന്നത് കാണുന്നു. അതിന്റെ തൊട്ടടുത്തായിട്ടുള്ള കടൽ തീരത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ റോസി നിൽക്കുന്നുണ്ടായിരുന്നു. ഹീറോ ഉടനെ തന്നെ റോസി എന്ന് വിളിക്കുമ്പോഴേക്കും അവള് സന്തോഷത്തോടു കൂടി ഓടി വന്ന് ഹീറോയെ കെട്ടിപ്പിടിക്കുന്നു. കുറച്ചു നേരം അങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പിന്നെ ഹീറോ നോക്കുമ്പോൾ അവളുടെ ഭാഗത്തു നിന്നും യാതൊരു റെസ്പോൺസും ഉണ്ടാകുന്നില്ല. അങ്ങനെ അവൾ നോക്കുന്ന സമയത്താണ് അവൾ മരിച്ചു എന്ന് ഹീറോയ്ക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഹീറോയുടെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടാണ് അവൾ മരിച്ചുപോയത്. അതോടുകൂടി ഈ സിനിമ അവസാനിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള മൂവീസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.